ഹായ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഒരു ഷോപ്പിങ്ങിന് പോവുകയാണ്. ഫാമിലി ആയിട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ നടന്നു, അവരെല്ലാം മുന്നോട്ട് നടന്നിട്ടുണ്ട് കേട്ടോ. മഴ, അതിലിടക്ക് മഴയും വന്ന് ഗൈസ്. നമ്മൾ പോവുകയാണ് ഗൈസ്. കട്ടൊക്കെ മഴയും വന്ന് അവരെ അവിടെ നടക്കുന്നുണ്ട്, കാണിച്ചേർന്നു. ചളി 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 ചളിയാണ് ഗൈസ്. ഗൈസ്, അപ്പോൾ ഇന്നൊരു അടിപൊളി ഷോപ്പിംഗ് ആണേ. അപ്പോൾ നമ്മൾ എവിടത്തേക്കാണ് പോകുന്നത്, എന്താ വാങ്ങാൻ പോകുന്നത് നോക്കി സർപ്രൈസ് ആയിട്ട് പറയാമെന്ന് വെച്ചു. അപ്പോൾ പോകുന്നത് ഫാമിലിയുടെ കൂടെയാണ്, ഫാമിലി ഷോപ്പിംഗ് ആണ്. അപ്പോൾ ഓണത്തിൻ്റെ വ്ളോഗായിരുന്നു ഇത്. വരാൻ ലേറ്റായെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് വീഡിയോസ് എൻ്റെ ഫോണിൽ നിന്ന് നഷ്ടപ്പെട്ടിരുന്നു. അത് റിക്കവർ ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത്. ആദ്യം തന്നെ അതിന് ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ പുറപ്പെടുമ്പോൾ നല്ല മഴ ഗൈസ്, എന്താണെന്നറിയില്ല, എന്തൊരു മഴ, അന്നെങ്ങും കാണാത്ത, ആ സമയമൊന്നും കാണാത്തൊരു മഴ. കാരണം ചിങ്ങത്തിലെ മഴ ചിനുങ്ങി ചിനുങ്ങിനെ കേൾക്കില്ല, പക്ഷേ ഇത് കോരി പെയ്യെന്ന്. കാരണം ഈ കൊല്ലം മഴ അവസാനിക്കുന്ന പോലെ ഇല്ല. കാരണം അടുത്ത ജൂൺ വരെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നു എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്, നിങ്ങൾ കമൻറ്റ് ഇട്ടോ കേട്ടോ. പിന്നെന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ നിന്ന് എൻ്റെ ഈ അള്ളിനാട് ഏതാന്ന് നിങ്ങളിങ്ങനെ വിചാരിക്കുന്നുണ്ടാവില്ലേ. ഞാൻ അഴീക്കോട് അങ്ങനെയാണ് പറയേണ്ട നാട്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് എന്തായാലും പോകണം നമ്മുടെ ടൗണിലേക്ക്. പിന്നെ നേരെ സ്ട്രെയിറ്റ് റോഡല്ല കേട്ടോ ഇപ്രാവശ്യം പിടിക്കുന്നത്, കുറച്ച് പോക്കറ്റ് റോഡായിട്ടാണ് പിടിക്കുന്നത്. കാരണം ഓട്ടോ അല്ലേ, മറ്റേ സ്ട്രെയിറ്റ് റോഡ് പോയി കഴിഞ്ഞാൽ എന്തായാലും ബ്ലോക്ക് ഉണ്ടാവും. ബ്ലോക്കില്ലാതെ പോകാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഗൈസ്, സാവികളുണ്ട് കുറച്ചൊക്കെ ഇങ്ങനെ ടൈം പാസ്സായി പോകുന്നു ലൈഫ്. നിങ്ങളെ ലൈഫൊക്കെ എങ്ങനെയാണ്? പിന്നെ എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഇതുപോലത്തെ ഒരു ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ കുറച്ച് സന്തോഷവും, ആ സന്തോഷമാണ് മുഖത്ത് ഇങ്ങനെ കാണുന്നത്, വേറെ ഒന്നുമല്ല. അപ്പോൾ കഷ്ടകാലം എന്ന് പറയണ്ടല്ലോ, നമുക്ക് വഴി മുടക്കിയായിട്ട് സിഗ്നൽ വന്നു. അതായത് അവിടെ ട്രെയിന് പോകുന്നതായിട്ട് അവിടെ അടച്ചിട്ട് ഗൈസ്. നമ്മൾ ഇത്രയും നേരത്തെ പുറപ്പെട്ടത് കൊണ്ടായിരിക്കാം. കാരണം എന്ന് വെച്ചാൽ നേരത്തെ പുറപ്പെടണം, കാരണം എന്ന് വെച്ചാൽ വേഗം വരണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പോൾ തന്നെ ഇവിടെ പിടിച്ചിട്ട പോലെയായി. കാരണം നമ്മൾ എത്ര പുറപ്പെട്ടാലും നമുക്കൊരു വിധി പ്രകാരമാണല്ലേ നമുക്ക് ഇവിടെ എത്താൻ വേണ്ടി പറ്റുക. അതുപോലെ തന്നെയാണ് ഇന്നത്തെ ഇത് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ബ്ലോക്കായിട്ടിരിക്കുക, കുറച്ച് സമയം ഇരിക്കണം, അത്രയും അതൊരു വെയിറ്റിംഗ്, അത്രയേ ഉള്ളൂ. അപ്പം എന്നാലും പറയാം, നമ്മളിപ്പോൾ നേരത്തെ പോയത് എന്തിനാ, വേഗം വാങ്ങിച്ച് വരാനായിരിക്കൂലേ. പക്ഷേ ഇങ്ങനെയൊക്കെ ആയി എന്നാ പറയാം. പിന്നെ ഗൈസ്, സാവി ഉള്ളതുകൊണ്ട് അത്ര വലിയ ബോറൊന്നുമില്ല, ലൈഫ് ഇങ്ങനെ പോകുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഇനി അവൻ എങ്ങനെയാണെന്ന് ഇങ്ങനെ പെർഫോം ചെയ്യും, എന്താക്കുന്നൊന്നും അറിയില്ല. നമുക്ക് നോക്കാം. ആദ്യമായിട്ടാട്ടോ ഓനെ കൂട്ടിയിട്ട് ഷോപ്പിങ്ങിന് പോകുന്നത്. പോകലുണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ പർച്ചേസ് ചെയ്യാൻ പോക്കില്ല, ഇതൊരു 1.5 പർച്ചേസാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ്. അപ്പോൾ ആ ഓഫർ ഇന്ന സ്ഥലത്തൊക്കെയാണ്. അപ്പോൾ ഞാൻ സ്ഥലം എത്തിയിട്ട് പറയാം കേട്ടോ. ആദ്യം തന്നെ ഞാൻ ആ സർപ്രൈസ് പൊളിക്കുന്നില്ല. അപ്പോൾ ഗൈസ്, സാവി ഉറങ്ങിപ്പോയി. കാറ്റ് കെട്ടിയ മക്കളെല്ലാം ഈ വണ്ടിയിൽ നിന്ന് ഉറങ്ങിപ്പോയില്ലേ, അതുപോലെ തന്നെയാണ് സാവിക്ക് ഓട്ടോ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഓട്ടോയിൽ എത്തിക്കഴിഞ്ഞാൽ ആൾ വേഗത്തിൽ ഉറങ്ങുകയും ചെയ്യും. പിന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര റോഡിലെല്ലാം ഭയങ്കര ഈ മഴയായിക്കൊണ്ടില്ലേ, മഴ പെയ്ത് കഴിഞ്ഞാൽ റോഡ് ഭയങ്കര നനഞ്ഞിട്ട്, പിന്നെന്ന് വെച്ചാൽ ഈ വാഹനങ്ങളിലില്ലേ അന്നെങ്ങും കാണാത്ത ഒരു ബ്ലോക്കും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വരും കേട്ടോ. ഈ മഴേൻ്റെ അവസ്ഥ അങ്ങനെയാണ്. മഴ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ടല്ലേ. വീട്ടിൽ വെറുതെ ഇരുന്ന് ഇങ്ങനെ മഴയൊക്കെ ആസ്വദിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നല്ല സാരിയൊക്കെ എടുത്തിട്ട് പോകുമ്പോൾ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ചടപ്പല്ലേ. പിന്നെയും ബ്ലോക്കായി ഗൈസ്. നമ്മൾ നേരത്തെ പോകണം എന്ന് വിചാരിച്ച് നമ്മൾ കണ്ട എല്ലായിടത്തും ബ്ലോക്കായി ലാസ്റ്റ് നമ്മൾ എത്തിച്ചേർന്നു ഗൈസ്. നമ്മൾ ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് എത്തി. കണ്ണങ്കണ്ടി സ്റ്റോറിലാട്ടോ പോകുന്നത്. ഇത് കണ്ണൂരിലെ എന്താ പറയുക, ഇങ്ങനത്തെ ഫ്രിഡ്ജ്, മറ്റേ വാഷിംഗ് മെഷീൻ അങ്ങനത്തെ ഒക്കെ വാങ്ങുന്ന ഒരു സ്റ്റോറാണ്. ഫേമസ് സ്റ്റോറാണ് കേട്ടോ. നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് പിന്നെ ഓരോ സെക്ഷനായിട്ടാട്ടോ പോകുന്നത്. നമുക്ക് വാങ്ങേണ്ട സംഭവം നിങ്ങൾക്ക് ലാസ്റ്റ് മനസ്സിലാകും. കാരണം ഞാൻ ഈ വ്ളോഗിൽ പറയും ഗൈസ്, ഞാൻ പറയും. വാഷിംഗ് മെഷീൻ്റെ സൈഡിലൊക്കെ പോയി കേട്ടോ. നമ്മളെ വാഷിംഗ് മെഷീനിൽ പഴയതായി ഞാൻ പറഞ്ഞു എന്തായാലും ഒരു ഓട്ടോമാറ്റിക്കലി വാഷിംഗ് മെഷീൻ വാങ്ങണം. എൻ്റെ അടുത്തുള്ളത് ഇപ്പോൾ സെമിയാണ്. സെമി ഭയങ്കര പണിയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക് സ്വിച്ച് ഇട്ടാൽ ഫുൾ വരണം, അങ്ങനത്തെ ഒരു ഇതിൽ പോകണം. പിന്നെ AC സെക്ഷനിൽ പോയി നമുക്കൊരു AC വാങ്ങണമെന്നുണ്ട്. അപ്പം മെയിനായിട്ട് AC വാങ്ങാനാണ് കേട്ടോ വന്നത്, വേറെ ഒന്നുമല്ല. കുറേ കാലമായി
ഒന്ന് തണുത്ത് വരച്ചിട്ട് ഉറങ്ങണം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഒരു AC ഒക്കെ വാങ്ങാൻ ടൈമായും തോന്നി, അതുകൊണ്ടാണ് പർച്ചേസ് ചെയ്യാൻ വന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഓഫറും കാര്യങ്ങളും നമ്മളിപ്പോൾ ഓണത്തിന് വിഷുവിന് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം വാങ്ങുക, ഒരു പ്രത്യേക ഒരു ഓഫേഴ്സും കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സഹായം കിട്ടും അല്ലേ. എന്നാലും വലിയ ഇടിവൊന്നും ഉണ്ടാവില്ലെങ്കിലും ഒരു 2000-3000 കുറഞ്ഞാൽ അത്രയ്ക്ക് നല്ലതാണല്ലോ. അതുകൊണ്ടാണ് ഈ ഓണം ഓഫറൊക്കെ വരുമ്പോൾ നമ്മൾ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വന്നത്, നല്ല ഓഫേഴ്സും കാര്യങ്ങളും. പക്ഷേ അവിടുത്തെ ഒരു ഇത് നമുക്ക് പിടിച്ചിട്ടില്ല. സോ നമ്മൾ റിട്ടേൺ ആയി എന്ന് വെച്ചാൽ വീട്ടിൽ പോകുന്നൊന്നുമല്ല കേട്ടോ, നമ്മൾ നേരെ വേറെ ഷോപ്പിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ പോകാൻ പോകുന്ന ഷോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഷോപ്പല്ല സ്റ്റോർ, എന്താ പറയേണ്ടത്. എന്തായാലും നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം നിങ്ങൾക്ക് എന്തായാലും പരിചയമുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഈ പരസ്യങ്ങളിലും മോഹൻലാൽ വരെ പരസ്യം ചെയ്യുന്നുണ്ട് ഈ ഒരു ഇത് അല്ലേ. ഞാൻ പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല, ഞാൻ മൈജിയിലേക്കാണ് പോകുന്നത്. ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ ഒരു സ്റ്റോറിൽ മാത്രം പോയിക്കൊണ്ട് ശരിയാവില്ല, നമുക്ക് ഇഷ്ടപ്പെട്ടത് ഇണങ്ങിയിട്ട് കിട്ടണ്ടേ. അതുകൊണ്ടാണ് ഓരോരോ ഷോപ്പിൽ മാറി കയറുന്നത് കേട്ടോ. നമ്മൾ ഇന്ന ലക്ഷ്യം വെച്ചിട്ട് പോകുന്നത് തന്നെയാണ്, പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ട് സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമേ ഒരു ഷോപ്പിൽ നിന്ന് എന്തും എടുക്കൂ അല്ലേ. അപ്പം നമ്മൾ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ കുറച്ച് ആലോചിച്ചിട്ടും കണ്ടിട്ടുള്ള എടുക്കണം, അത് നല്ലതാണോ, അതിൻ്റെ ലോങ് ലാസ്റ്റിങ്, അതിൻ്റെ കാര്യങ്ങൾ ഒക്കെ നോക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ മൈജീനെ മുന്നിൽ ഇറക്കിയിട്ട് അച്ഛൻ അവിടെ പിന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ പോയി. അപ്പോൾ അതിൻ്റെ സൈഡിൽ കുറച്ച് ദൂരത്ത് പോയി പാർക്ക് ചെയ്യണം. അപ്പം നമ്മളവിടെ എത്തി. അവിടെ ഇങ്ങനെ പുറത്തൊക്കെ കാണുന്നുണ്ട്, നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇനി ഉള്ളിൽ കിടന്നാൽ അറിയാം എന്തൊക്കെയാണെന്ന്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ AC വാങ്ങാൻ പോയാൽ നമ്മൾ AC മാത്രമല്ലല്ലോ, ബാക്കിയുള്ളതെല്ലാം നോക്കുമല്ലോ. നമുക്ക് എന്തായാലും എന്തെങ്കിലും നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നോക്കണം. പിന്നെ അമ്മ എന്നെ വഴക്ക് പറയുന്നത്, ഈ സ്റ്റിക്കും പിടിച്ചുകൊണ്ട് നീ എന്തെന്നാ ഈ കളിക്കുന്ന, ആൾക്കാർ നോക്കും. ഞാൻ പറഞ്ഞ ആൾക്കാർ നോക്കിയല്ലോ, ഞാൻ വ്ളോഗ് ചെയ്യുന്നതല്ലേ, ഞാനൊരു യൂട്യൂബർ അല്ലേ. അങ്ങനെ പറഞ്ഞ് ഞാൻ അമ്മേനെ അഡ്ജസ്റ്റ് ചെയ്തേട്ടാ. പിന്നെ മൈജിയിൽ ആ കണ്ണങ്കണ്ടി കയറിയ പോലെയല്ല ഗൈസ്, മൈജി കയറുമ്പോൾ വേറെ തന്നെ ഒരു ഫീൽ. എത്രപ്പാട് ആളെന്നറിയും, കാരണം അത്രയും ഓഫേഴ്സ് ഉണ്ട്, കാര്യങ്ങളും ഒക്കെയുണ്ട്. ഭയങ്കര എല്ലാത്തിനും പൈസ കുറവാട്ടോ. അങ്ങനെ വെച്ചിട്ട് വലിയ പൈസയൊന്നുമല്ല, എന്നാലും നല്ല ഓഫേഴ്സ് ഉണ്ട്. അത് മനസ്സിലായി, കയറുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ എല്ലാം വാങ്ങാനുള്ള ആ ഒരു ഇതില്ല. നമ്മൾ പിന്നെ AC സെക്ഷനിലേക്ക് തന്നെ പോയിന്. പിന്നെ വാഷിംഗ് മെഷീനിലും കാണുമ്പോൾ ഗൈസ് കൊതിയാവുന്നു. കാരണം എന്ന് വെച്ചാൽ എന്തായാലും ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിക്കണം, അടുത്ത ബഡ്ജറ്റിൽ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ. പിന്നെ AC അവിടെയും പോയി നമ്മൾ നോക്കി, നമുക്ക് ഇഷ്ടപ്പെട്ടോ നോക്കി. പിന്നെ സാവീൻ്റെ പിന്നെ കുറച്ച് അവിടുന്ന് അവൻ ഇതൊന്ന് ഫസ്റ്റ് ടൈമാണെന്നല്ലേ കാണുന്നത്. അവൻ ഭയങ്കര എക്സൈറ്റ് ആട്ടോ, ഭയങ്കരമാണ്. കാരണം വെച്ചാൽ മോൻ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഒക്കെ ഇങ്ങനെ ഈ ലൈറ്റൊക്കെ മിന്നുന്ന കാണുമ്പോൾ അവൻ ഭയങ്കര ജോളിയായിരുന്നു. ഞാൻ വിചാരിച്ചു ഭയങ്കര ചൊറയാക്കുമെന്ന് വിചാരിച്ചിന്, പക്ഷേ ചൊറയൊന്നും ആക്കിയില്ല. എൻ്റെ മോൻ പാവാട്ടാ, നല്ല വൃത്തിയായിട്ട് ഇരുന്നതിന്. പിന്നെ ലിഫ്റ്റിൽ നിന്ന് നമ്മൾ ചർച്ച ചെയ്ത് അതെടുക്കണം ഇതെടുക്കണം, അതിലുള്ള ചർച്ച ചെയ്ത് നമ്മൾ നെക്സ്റ്റ് സെക്ഷനിൽ വന്നു. പിന്നെ അവിടുന്ന് ഇങ്ങനെ കറങ്ങിക്കളിച്ച് ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോയിൽ വന്നിട്ടില്ല, എന്നെ ഒരു വീഡിയോയിൽ ഒരു ക്ലിപ്പിലെങ്കിൽ എടുക്കച്ചാന്ന് പറഞ്ഞിട്ട് ഞാൻ എടുപ്പിച്ചേട്ടാ. വേറെ ഒന്നല്ല, ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകാൻ നോക്കി. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ. പിന്നെ ഈ ലാപ്ടോപ്പിനും കാര്യങ്ങളും ഫോണിനൊക്കെ പൈസ കുറവുണ്ട്. പിന്നെ നമ്മൾ ആ സെക്ഷനിലൊന്നും പോകുന്നില്ല. അമ്മ അവിടുന്ന് കിച്ചൺ ഐറ്റംസ് എല്ലാം നോക്കാൻ തുടങ്ങിയേട്ടാ. ഈ പാത്രം വേണം, ആ പാത്രം വേണം, അച്ഛൻ പറഞ്ഞു. അപ്പോൾ അവർ തമ്മിൽ എന്തെല്ലോ സംസാരിക്കുന്നുണ്ട്. പിന്നെ അവിടുത്തെ സെയിൽസുകളോട് ഞാൻ ചോദിച്ചു എത്ര മണി വരെ, കാരണം നമ്മൾ അവിടെ പോകുമ്പോൾ തന്നെ 7-7 കാലമായിരുന്നു. അപ്പോൾ 7:30 വരെയാണ് അവരെല്ലാം ഡ്യൂട്ടി. ഭയങ്കര കഷ്ടമാണല്ലേ. ഞാൻ വെറുതെ അവരോട് ചോദിച്ചതാട്ടാ, കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാക്കിയുള്ളവരുടെ അവസ്ഥ മനസ്സിലാക്കണമല്ലോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഓരോരോ പിന്നെ പാത്രങ്ങൾ, ഗ്ലാസ്, ഒരുപാട് എല്ലാ ഓഫേഴ്സിനുണ്ട്. പിന്നെ നമ്മൾ AC വാങ്ങാൻ വന്നാലും നമ്മൾ ബാക്കിയുള്ള സാധനങ്ങൾ മറക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് കിച്ചൺ ഐറ്റംസിൽ നല്ലോണം കറങ്ങിനി, ഒരുപാട് സാധനങ്ങൾ വാങ്ങിനി. പിന്നെ ഒരുപാട് സാധനം എന്ന് പറഞ്ഞാൽ അത്രപ്പരം നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, വലിയ കുറേയൊന്നുമില്ല, എന്നാലും കുറച്ച് സാധനം വാങ്ങിന് കേട്ടോ. കാരണം നല്ല ഓഫേഴ്സ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള നമ്മളെ ബ്രാൻഡ് സാധനങ്ങളാണ്. പിന്നെ മൈജി പോലത്തെ ഷോറൂം ഞാൻ പറയണ്ടല്ലോ, മൈജീനെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാം, നല്ല ഒരു അടിപൊളി സംഭവമാണ്, സ്റ്റോറാണ്. പിന്നെ ഫോണിൻ്റെ സെക്ഷനിലൊന്നും എനിക്ക് പോകാൻ വേണ്ടിയിട്ട് കയ്യില്ല ഗൈസ്. കാരണം എന്ന് വെച്ചാൽ പോയി കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് നിറയും. കാരണം എനിക്ക് ഫോണ് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഇപ്പം എൻ്റെ ഫോണിൻ്റെ അവസ്ഥ എന്നാ പറയാൻ നിങ്ങൾക്ക് അറിയാം, ക്ലാരിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നതാണല്ലോ. പിന്നെന്താ പറയുക, ഇതാ ഇവിടുത്തെ മിക്സി, ഇവിടുത്തെ സാധനങ്ങളിലല്ലേ നമ്മൾ ഈ പെണ്ണുങ്ങമാരി, അതായത്
വീട്ടിൽ പണിയെടുക്കുന്നവർ അതാ ഉദ്ദേശിച്ചത്. ഇപ്പം തള്ളച്ചിന്ന് വിളിക്കുന്ന ടീംസിനോടല്ല ഞാൻ പറഞ്ഞത്. ഈ വീട്ടിൽ അടുക്കളപ്പണിയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഇതൊക്കെ കാണുമ്പം ഭയങ്കരമായിട്ട് എന്താ പറയുക അതിശയം തോന്നും. നല്ല ഓഫേഴ്സും കാര്യങ്ങളും. സാവിക്ക് ടേബിൾ ഫാൻ ഭയങ്കര ഇഷ്ടമാണ്. സാവിനെ ഞാൻ അതിൻ്റെ അരുവത്ത് കൊണ്ടായിട്ട് നടത്തിയ കേട്ടോ. പിന്നെ ഗ്ലാസ്സില്ലേ നമ്മൾ കുടിക്കുന്ന ഗ്ലാസ് ഒക്കെ ഓഫേഴ്സിനുണ്ട്. ഞാൻ പറയുന്നില്ല, ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഗൈസ്. നിങ്ങൾ പോയിട്ട് തന്നെ നോക്കണം, നല്ല ഓഫറാണ്. ഈ ഓണം ഓഫർ അടിപൊളിയാക്കി. ഞാൻ ഇതിലെ ഓണത്തിന് മുന്നേ ഞാൻ പോയതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് കിട്ടിയത്. ഞാൻ എന്താ ചെയ്യേണ്ടത് ഗൈസ്? എനിക്കില്ല, എൻ്റെ കഷ്ടകാലം എന്ന് പറയുമല്ലോ. എൻ്റെ എല്ലാ ഫോട്ടോസും വീഡിയോസും ഒക്കെ പോയി ഇത് റിക്കവർ ചെയ്തിട്ടുള്ള വീഡിയോസാണ്. ഞാനൊരു ആപ്പ് വെച്ച് റിക്കവർ ചെയ്തു. അങ്ങനെ നമ്മൾ അവിടുന്ന് മൈജിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു ഗൈസ്. പോരാ, എന്നാലും ഇതൊക്കെ വാങ്ങണമെന്നുണ്ട്. പൈസ വേണ്ട ഗൈസ്. നമ്മുടെ ഉദ്ദേശിച്ച സാധനം ഇന്നും വാങ്ങിച്ചിട്ടില്ല. അതാണ് കാര്യം. അങ്ങനെ ലിഫ്റ്റിൽ നിന്ന് നമ്മൾ അമ്മ ഇല്ല, അമ്മ എന്നെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നല്ല, പക്ഷെ അമ്മയ്ക്ക് ഇങ്ങനെയൊന്നും എടുക്കുന്ന ഇഷ്ടമില്ല. പക്ഷെ അച്ഛനൊന്നും പറയില്ല കേട്ടോ. നമ്മൾ ലിഫ്റ്റിൽ നിന്ന് വീണ്ടും സെൽഫിയൊക്കെ എടുത്ത് അവിടെ നിന്ന് അങ്ങനെ മൈജിന്ന് നമ്മൾ ഇറങ്ങി ഗൈസ്. കുറച്ച് സാധനം മാത്രമേ വാങ്ങിച്ചുള്ളൂ. നമ്മൾ ഉദ്ദേശിച്ച AC വാങ്ങിച്ചിട്ടില്ല ഗൈസ്. അവിടെ ശരിയില്ല, കാരണം നമുക്ക് പിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ വീണ്ടും മടങ്ങി. ഇനി എവിടത്തേക്കാണ് പോകുന്നത് വെച്ചാൽ തിരിച്ച് പിന്നെ നമ്മൾ ഓരോ സ്ഥലത്തും നമ്മൾ പോയിനല്ലോ. കാരണം നമുക്ക് ഏതാ ബെറ്റർ എന്നുള്ള ആ ഒരു ഓപ്ഷൻ നമ്മൾ മനസ്സിലുണ്ടാവും അല്ലേ. എല്ലാം ഒരുപാട് ഷോപ്പ് കയറും അല്ലേ. ഒരു ഡ്രസ്സ് വാങ്ങണമെങ്കിൽ അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഷോപ്പിൽ നിന്നല്ലേ നമ്മൾ എടുക്കും. അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് ഒന്നും ഇഷ്ടപ്പെട്ട നമ്മൾ കുറച്ച് കിച്ചൺ ഐറ്റംസാണ്, അത് നമ്മൾ പർച്ചേസ് ചെയ്തു. അങ്ങനെ ഗൈസ് നമ്മൾ പുറപ്പെട്ടു. ഇത് എവിടത്തേക്കാണ് പോകുന്നത് വെച്ചാൽ കണ്ണങ്കണ്ടിയിലേക്ക് തന്നെയാണ് പോകുന്നത്. കണ്ണങ്കണ്ടിയിലേക്ക് പിന്നെ അവിടുത്തെ ആ ഒരു ഫീച്ചേഴ്സ് ഇവിടുത്തെ AC-ക്ക് ഉണ്ടായിരുന്നില്ല. സോ നമ്മൾ അവിടത്തേക്ക് മടങ്ങി ഗൈസ്. ഇപ്പോൾ ഏകദേശം 8 മണിയാകാനായി. ഈ ഷോപ്പിങ്ങിന് നമ്മൾ നേരത്തെ പുറപ്പെട്ടതില്ലേ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെയൊക്കെ വാങ്ങുമ്പോൾ ചടപടാന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് വരാൻ പറ്റില്ല. ഓരോരോ കാര്യങ്ങൾ ആലോചിച്ച് കണ്ടിട്ടല്ലേ എടുക്കണ്ടേ. അങ്ങനെ തന്നെയാണ് നമ്മൾ എല്ലാ സാധനങ്ങളും വാങ്ങൽ. ട്രാഫിക്കും എത്ര പടാ വാഹനങ്ങളെന്നറിയോ. രാത്രി 8 മണിക്ക് എന്താ ആൾക്കാരെന്നറിയോ. ഞാൻ വിചാരിച്ചു ഈ രാത്രിക്ക് ആൾക്കാർ കുറയും. ഒരിക്കലില്ല ഗൈസ്, ഈ സമയമാണ് ഭയങ്കര ആൾക്കാർ. പിന്നെ രാത്രി ഈ ഷോപ്പിംഗ് യാത്ര അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ നല്ലതായിരിക്കും. പിന്നെ ഞാൻ കണ്ടങ്കണ്ടിൽ പിന്നെയും കയറിയില്ല. അച്ഛൻ പോയിട്ട് സംസാരിച്ചിട്ട് സാധനം വാങ്ങിയിട്ട് വരട്ടെ എന്ന് വെച്ചു. പിന്നെ അവർ നമുക്ക് ആ സമയം തരില്ല. അവിടെ നിന്ന് നമുക്കിങ്ങനെ ബുക്ക് ചെയ്താൽ മതി. അച്ഛനും അമ്മയും അങ്ങോട്ട് പോയി, ഞാനും സാവി ഓട്ടോയിലിരുന്നു. കാരണം ആദ്യം കണ്ണങ്കണ്ടിയിൽ കയറണ്ടെന്ന് വെച്ചു. കഴിയുന്നില്ല, ഇവനെ കൊണ്ട് എടുത്തിട്ട് പോകാൻ കഴിയുന്നില്ല ഗൈസ്, ആവുന്നില്ല. അതുകൊണ്ട് ഞാനും സാവിയും അവിടെ നിന്ന് ഒന്നുമില്ല, ജസ്റ്റ് ഈ കിന്നാരം പറിച്ച പോലത്തെ കളി കളിച്ചു. അതായത് അവൻ്റെ കൂടെ ഞാൻ കുറച്ച് സമയം കളിച്ചു. സ്പെൻഡ് ചെയ്യണം, നമ്മളെ മക്കളുടെ കൂടെ കുറച്ച് സ്പെൻഡ് ചെയ്യണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഗൈസ്. അവർ അവിടുന്ന് AC വാങ്ങിച്ചു. അവർ നാളെ പിക്കപ്പ് ചെയ്യുക, അതായത് നാളെ അവർ കൊണ്ടുതരുന്നു പറഞ്ഞു കേട്ടോ. നാളെ അവർ പിന്നെ ഡെലിവറി ചെയ്യുമെന്ന് പറഞ്ഞു. നമുക്ക് കൂടെ തരില്ല, നമുക്ക് ബില്ല് നമ്മൾ പേ ചെയ്തു. അങ്ങനെ നമ്മൾ റിട്ടേൺ ആയി ഗൈസ്. കണ്ടോ എന്തൊരു തിരക്കാണ്. ഏകദേശം ഇപ്പോൾ സമയം എത്രയായിരുന്നു, 8 9 മണിയാകാനായി. നോക്കിയാട്ടെ, എന്നിട്ടും നല്ല തിരക്കാണ്. എൻ്റെ മോനെ പറയാനില്ല. മടുത്ത് എനിക്ക് ഭയങ്കര ക്ഷീണമായി. ഈ സമയമൊക്കെ ഇങ്ങനെ കൊയ്യുന്നു ഗൈസ് ഭയങ്കര ടയേർഡായി. പിന്നെ അങ്ങോട്ടുള്ള വഴികളൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഏകദേശം ടൗൺ വിട്ടു നമ്മൾ വീട്ടിലേക്ക് എത്താനായിട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഗൈസ്. ബൈ.